എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ലഭിക്കുന്നവർക്കും അല്ലാത്തവർക്കും വലിയൊരു പദ്ധതിയാണ് ലോകബാങ്കുമായി സഹകരിച്ച് സംസ്ഥാനത്തെ കൃഷിഭവൻ നടപ്പിലാക്കുവാൻ ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ലഭിക്കുന്നവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നമുക്ക് 2000 രൂപ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ധനസഹായം തിരിച്ചടയ്ക്കേണ്ട ആവശ്യമായി വരുന്നില്ല. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സാമ്പത്തിക പദ്ധതികളുണ്ട്. ഇത്തരത്തിലുള്ള സ്കീമുകൾ എല്ലാം തന്നെ പുതിയ പതിപ്പാണ് കേര എന്ന് പറയുന്ന പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടപ്പിലാക്കുവാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് ഏലം കൃഷി ചെയ്യുന്ന കർഷകർക്കും അതോടൊപ്പം തന്നെ വാനില കൃഷി ചെയ്യുന്ന കർഷകർക്ക്, കാപ്പി കൃഷി ചെയ്യുന്ന കർഷകർക്കും റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകർക്കുമാണ് ഇതിൻ്റെ സഹായം പ്രധാനമായിട്ടും ലഭിക്കുന്നത്. അവരുടെ കൃഷിക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമായിട്ടാണ് സബ്സിഡി ഇവിടെ അനുവദിക്കുന്നത്. ലോകബാങ്കുമായിട്ട് സഹകരിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ പരമാവധി 1 ലക്ഷത്തിന് മുകളിൽ വരെ സബ്സിഡി ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. ഹെക്ടർ ഒന്നിന് ധനസഹായം എന്ന രീതിയിലാണ് ഇവിടെ തുക അനുവദിക്കുന്നത്. അപ്പോൾ അതിന് താഴെയുള്ള ഹെക്ടർ ആണെങ്കിലും നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ തയ്യാറാക്കുന്നതാണ്. ചെറുകിട കർഷകർക്കും അതോടൊപ്പം തന്നെ കൃഷിഭൂമി കൂടുതൽ ഉള്ളവർക്കുമെല്ലാം തന്നെ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്യുക. ഇവിടെ റേഷൻ കാർഡോ അല്ലെങ്കിൽ വരുമാന പരിധിയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല പരിഗണിക്കുന്നത്. പ്രധാനമായിട്ടും കാലാവസ്ഥയെ അതിജീവിച്ചുള്ള കൃഷി രീതികൾ അതോടൊപ്പം തന്നെ പ്രതികൂലമായ കാലാവസ്ഥകളെയും എല്ലാം അതിജീവിച്ച് കൃഷി ചെയ്യുന്ന കർഷകർക്ക് വലിയൊരു സഹായം പ്രഖ്യാപിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയൊരു സംഭാവന എന്ന രീതിയിലാണ് ഈ സബ്സിഡി സ്കീം നടപ്പിലാക്കുന്നത്. റബ്ബർ കർഷകർക്ക് ഹെക്ടർ ഒന്നിന് ലഭിക്കുന്നത് 75,000 രൂപയായിരിക്കും ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയിലായിരിക്കും. ഏലം കർഷകരാണെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ സഹായം ലഭിക്കുന്ന രീതിയിലായിരിക്കും. ഇനി കാപ്പി കർഷകർക്കും ഇതേ നിരക്കിൽ തന്നെ ആനുകൂല്യം ലഭിക്കുന്ന രീതിയായിരിക്കും. അപ്പോൾ ഇത് നിലവിലെ 14 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കില്ല. ആദ്യഘട്ടത്തിൽ 7 അതിലധികമോ ജില്ലകളിലേക്കായിരിക്കും. ഏലം കർഷകർക്കുള്ള സഹായം അനുവദിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കർഷകർക്കും. കാപ്പി കൃഷി ചെയ്യുന്ന കർഷകർക്ക് ലഭിക്കുന്ന ധനസഹായം വയനാട് ജില്ല കേന്ദ്രീകരിച്ചായിരിക്കും വിതരണം ചെയ്യുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. റബ്ബർ കർഷകരെ സംബന്ധിച്ച് പല ജില്ലകളിലും നമുക്കറിയാം വിവിധ ജില്ലകളിൽ റബ്ബർ കൃഷി ചെയ്യുന്നവരുണ്ട്. ആ ജില്ലകളിലെല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും ആ ഒരു സബ്സിഡി വിതരണം നടത്തുക. എല്ലാ കർഷകർക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് ഈ സമയത്ത് വരുന്നത്. തീർച്ചയായിട്ടും എല്ലാ കർഷകരും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപേക്ഷകൾ വിളിക്കുന്ന ആ സമയം തന്നെ ജൂൺ മാസമാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ട് 139 കോടിയോളം രൂപ ലോകബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അപേക്ഷ സ്വീകരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. സംസ്ഥാനത്തെ കൃഷിഭവൻ മുഖേനയൊക്കെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. രജിസ്ട്രേഷൻ ഏത് രീതിയിലാണ്, ഏതെല്ലാം രേഖകൾ ഇതിനു വേണ്ടി ഹാജരാക്കേണ്ടി വരും, ഇനി അപേക്ഷയുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന്, എത്ര ജില്ലകളിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉടൻ തന്നെ സർക്കാർ വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.